ഹായ് സുഹൃത്തുക്കളെ, എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ കണ്ണിനെ കുളിരണിയിപ്പിക്കുന്ന നല്ല വെറൈറ്റി കാഴ്ചകളാണ് കേട്ടോ. ഇതെവിടെയാണെന്ന് പെട്ടെന്ന് നിങ്ങൾക്ക് ഗസ് ചെയ്യാൻ പറ്റുമോ? കാരണം ഈ പ്രകൃതി സൗന്ദര്യം കണ്ടിട്ടില്ലാത്തവർ വളരെ ചുരുക്കമായിരിക്കും. ഞങ്ങളുടെ നാടിൻ്റെ തൊട്ടടുത്തുള്ള അതിരപ്പള്ളിയിലേക്ക് പോകുന്ന ഒരു റൂട്ടാണ് ഇത്. വനമേഖലയാണ്, പ്ലാന്റേഷനും ഒക്കെ കൂടി തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന തേക്ക് പ്ലാന്റേഷനും അതേപോലെ നമ്മുടെ റബ്ബർ പ്ലാന്റേഷനും എന്ന് വേണ്ട എല്ലാം മിക്സ് ചെയ്തിട്ട് വരുന്ന ഒരു റൂട്ടാണ്. ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ഏകദേശം ഒരു 10-15 മൈലല്ല, കിലോമീറ്റർ മാത്രമേ ഈ അതിരപ്പള്ളിയിലേക്കുള്ളൂ. അപ്പം ഞങ്ങൾ ഒരു ഷോർട്ട് കട്ടാണിത്. പക്ഷെ നല്ല രസകരമായിട്ടുള്ള സ്ഥലമാണ്. അതിരപ്പള്ളി വെള്ളച്ചാട്ടത്തിൽ നിന്ന് വരുന്ന വെള്ളം ഒഴുകി താഴേക്ക് വരുന്ന റൂട്ടാണ് ഈ കാണുന്നത്. ഞാൻ വണ്ടി ഓടിക്കുന്നതിൻ്റെ റൈറ്റ് സൈഡിൽ അതൊരു കനാലാണ്. അതിലൂടെയാണ്, ആ തോട്ടിലൂടെയാണ് നമ്മൾ അതിരപ്പള്ളി വെള്ളച്ചാട്ടം ചാടി വരുന്ന വെള്ളം ഒഴുകി പോകുന്നത്. ഇതിൻ്റെ കാഴ്ചകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചിന്തിക്കുന്നതിനപ്പുറത്തുള്ള അടിപൊളി കാഴ്ചയാണ്. കാരണം നല്ല ഹരിതാപമാർന്ന കണ്ണിൻ്റെ കുളിര് അണിയിക്കുന്ന പ്രകൃതി സ്നേഹികളായ ആളുകൾക്ക് എപ്പോഴും ഇഷ്ടപ്പെടുന്ന ഒരു സ്ഥലമാണ്. പക്ഷേ ഇതിൽ വേറൊരു ഡേഞ്ചറസ് സംഭവം ഇവിടെയുണ്ട്. അതെന്താ സംഭവം വെച്ചാൽ, ഈ റൂട്ടിൽ നമ്മൾ വളരെ ശ്രദ്ധിച്ചു പോയില്ലെങ്കിൽ ഒരുപാട് കാട്ടുമൃഗങ്ങളുള്ള ഒരു റൂട്ടാണ് കേട്ടോ. അപ്പോൾ ഇപ്പം നിങ്ങൾ കാണുന്ന പോലെ നമ്മുടെ കുരങ്ങച്ചന്മാരൊക്കെ ഇരിക്കണുണ്ടോ? ഇത് ഇവിടെ സർവ്വസാധാരണമായ ഒരു കാഴ്ചയാണ്. സ്വാഭാവികമായിട്ടും ഇവിടുത്തെ ഒരു ഡേഞ്ചറസ് എന്ന് പറയുന്നത് ഇവിടെ ആന ഇറങ്ങുന്ന സ്ഥലമാണ്. പ്രത്യേകിച്ച് ഞങ്ങൾ പോകുന്ന ആ റൂട്ട്, അവിടെ ഒരുപാട് എണ്ണപ്പനകളുള്ള സ്ഥലമാണ്. പ്ലാന്റേഷൻ്റെ തന്നെ ഭാഗമാണ്. പക്ഷെ അവിടെ എണ്ണപ്പന, ആ പനയൊക്കെ തിന്നാൻ വേണ്ടിയിട്ട് ഒരുപാട് ആനകൾ വരുന്നത് കാണാം. നമ്മൾ അതിരാവിലെയൊക്കെ അതിലൂടെ യാത്ര ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് ആനകളെ അവിടെ കാണാൻ പറ്റും. ഇത് നമ്മൾ അതിരപ്പള്ളി കഴിഞ്ഞിട്ട് വാഴച്ചാലിന് പോകുന്ന റൂട്ടിലാണ് ഈ ചെറിയൊരു വെള്ളച്ചാട്ടം ഉള്ളത്. അവിടെയാണ് നമ്മുടെ മങ്കീസൊക്കെ ഇഷ്ടം പോലെ ഉള്ളത് കേട്ടോ. ഞങ്ങൾ ഈ അതിരപ്പള്ളിയിൽ നിന്ന് വാഴച്ചാലിന് പോകുന്നതിന് ഒരു പ്രത്യേക കാരണമുണ്ട്. അത് നിങ്ങൾക്ക് ഈ വീഡിയോയുടെ അവസാനമൊക്കെ കാണാൻ പറ്റും. കാരണം പണ്ട് കാലത്തൊക്കെ, അതായത് കുറേ നാളുകൾക്ക് മുമ്പൊക്കെ നമുക്ക് ഈ അതിരപ്പള്ളിയുടെ താഴെയുള്ള സ്ഥലങ്ങളിലും ഒക്കെ നമുക്ക് മീൻ പിടിക്കാനുള്ള സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അവിടെ നാട്ടിലുള്ള ആൾക്കാരും ഒക്കെ അയൽവാസികളും പ്ലാന്റേഷനിൽ താമസിക്കുന്നവരൊക്കെ മീൻ പിടിക്കുമായിരുന്നു. പക്ഷെ ഇപ്പോൾ അത് പുതിയ നിയമം അനുസരിച്ച് ആ പുഴയിൽ നിന്നൊക്കെ മീൻ പിടിക്കുന്നത് പബ്ലിക്കിന് അലൗഡ് അല്ല. അപ്പോൾ അതിന് ഒരു പുതിയ സൗകര്യം എന്നാന്ന് വെച്ചാൽ, ഈ വാഴച്ചാല് അതിരപ്പള്ളി കഴിഞ്ഞ് വാഴച്ചാല് റൂട്ട് അങ്ങ് പോകുമ്പോൾ അവിടെ ആദിവാസികൾ താമസിക്കുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ ആദിവാസികൾക്ക് ഈ പുഴയിൽ ഇറങ്ങി മീൻ പിടിച്ച് വിൽക്കാനുള്ള അവകാശം ഉണ്ടെന്നുള്ളതാണ് ഞാൻ അറിഞ്ഞത്. അപ്പം അത് അവർ അവിടെയുള്ളവരെ കടയിൽ കൊണ്ടുവന്ന് ഏൽപ്പിക്കും. ആ കടക്കാർ നമുക്കത് ബില്ല്, ഫോറസ്റ്റിൻ്റെ ആണെന്ന് തോന്നുന്നു, ബില്ല് അടക്കം തന്ന് നമുക്ക് ആ മീൻ തരും. അപ്പോൾ നല്ല ബ്രാലും, നിങ്ങൾ വരാലിനൊക്കെ ആയിരിക്കും പറയുന്നത്, ഞങ്ങളുടെ നാട്ടിൽ ബ്രാലെന്നാണ് പറയുന്നത്. അതേപോലെ ഈ നമ്മുടെ തോട്ടിലെ പല ടൈപ്പ് മീനുകൾ, വെറൈറ്റി മീനുകളുണ്ട്. അപ്പോൾ ആ മീനുകളൊക്കെ നമുക്ക് അവിടെ നിന്ന് ആവശ്യം പോലെ വാങ്ങിക്കാം. അപ്പോൾ ഓരോരുത്തരും അതിരാവിലെ പോകണം. അതിരാവിലെ പോയി അവിടെ നിന്ന് കഴിഞ്ഞാൽ ആദിവാസി സുഹൃത്തുക്കൾ അവിടെ നിന്ന് പിടിച്ച് അവർ ഈ കടയിൽ കൊണ്ടുവന്ന് തൂക്കി കൊടുക്കും. ആ സമയത്ത് നമുക്കത് വാങ്ങിക്കാം. അടിപൊളി പരിപാടിയാണ്. നല്ല ഫ്രഷ് ആയിട്ടുള്ള നാടൻ മീൻ കൂട്ടാൻ ആഗ്രഹിക്കുന്നവർ ഇപ്പം തന്നെ വിട്ടോ കേട്ടോ. അതിരപ്പള്ളി വാഴച്ചാൽ റൂട്ടിൽ അങ്ങോട്ട് കുറച്ച് പോകുമ്പോഴാണ് ഈ സ്ഥലം. നല്ല അതിമനോഹരമായ സ്ഥലമാണ്. ശരിക്കും ഒരു നല്ല ഫ്രഷ് ഫീൽ കിട്ടാൻ ഈ വഴിയൊക്കെ
നല്ലതായിരിക്കും കേട്ടോ. നമ്മുടെ ജോമോൻ ചേട്ടൻ വെയിറ്റിങ്ങിലാണ്. പുള്ളി ഈ നാട്ടിൽ തന്നെ ജനിച്ചു വളർന്ന ആളാണ്. അതുകൊണ്ട് ഇവിടുത്തെ എല്ലാ പരിപാടിയും പുള്ളിക്കറിയാം. പുള്ളിനെ അറിയുന്ന മങ്കീസാന്ന് തോന്നുന്നു. പുള്ളിയുടെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട്. ഇവിടെ ഡേഞ്ചറൊന്നും അല്ല കേട്ടോ. ഈ മങ്കീസിനൊന്നും ഉപദ്രവിക്കാതിരുന്നാൽ മാത്രം മതി. അവർ വളരെ ഫ്രണ്ട്ലിയാണ്. അവിടെ സാധാരണ രീതിയിൽ ഫുഡൊക്കെ കൊടുക്കാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല. എങ്കിലും ആൾക്കാരൊക്കെ ഫുഡൊക്കെ കൊടുക്കുന്നതൊക്കെ കണ്ടു. എന്താണേലും ഇഷ്ടംപോലെ മങ്കീസ് ഉണ്ട്. നമ്മളവിടെ വണ്ടി കിട്ടുക, വണ്ടിയുടെ മുകളിൽ കയറി ഇരുന്നവർ തമാശ പറയാനൊക്കെ വരും. നല്ല രസമല്ലേ. അപ്പോൾ നമ്മൾ ആ സ്ഥലം കഴിഞ്ഞിട്ട് നേരെ വാഴച്ചാലിന് വിട്ടുപിടിക്കുകയാണ്. കുറച്ച് ദൂരമുണ്ട്. ഇത് മൊത്തം ഫോറസ്റ്റ് ഏരിയ ആണ്. ഇവിടെ ഫോറസ്റ്റാണ് ബേസിക്കലി. ഇത് പ്ലാന്റേഷൻ അല്ല, ഫോറസ്റ്റിൻ്റെ അണ്ടറിലുള്ള ഏരിയ ആണ്. രണ്ട് സൈഡിലും നല്ല നിബിഡമായ വനമാണ്. വനത്തിൻ്റെ കാഴ്ച എന്ന് പറഞ്ഞാൽ വളരെ കുളിരണിയിപ്പിക്കുന്ന കാഴ്ചയാണ്. എന്നെ സംബന്ധിച്ച് എനിക്ക് ഭയങ്കര ഇഷ്ടം ഇങ്ങനെ യാത്ര ചെയ്യുന്നത്. ഈ പച്ചപ്പ് നിറഞ്ഞ ഇതിൽ കൂടെ ആനയും പ്രശ്നമൊന്നും ഇല്ലെങ്കിൽ നല്ല രസമാണ്. പണ്ടൊക്കെ ഞങ്ങൾ എപ്പോഴും സമയം കിട്ടുമ്പോഴൊക്കെ ഇവിടെ പോവും. കുറച്ച് കപ്പയും മീനൊക്കെ കൊണ്ടുപോകും. അവിടെ ഇരുന്ന് കഴിക്കാനൊക്കെ രസമാണ്. ഇത് വാഴച്ചാൽ ചെക്ക് പോസ്റ്റാണ്. അപ്പോൾ ഈ ചെക്ക് പോസ്റ്റിൽ നമ്മുടെ വണ്ടി രജിസ്റ്റർ ചെയ്യണം, എന്നാലാണ് അങ്ങോട്ട് കടത്തി വിടത്തുള്ളൂ. അപ്പോൾ ഇതൊരു ടൂറിസ്റ്റ് പ്ലേസ് കൂടെയാണ് കേട്ടോ. ഇവിടെ എന്തൊക്കെയോ പരിപാടികളുണ്ട്. ഞാൻ ഇതുവരെ ഇതിൻ്റെ അകത്ത് കയറിയിട്ടില്ല. അടുത്ത പ്രാവശ്യം ജില്ല കയറണം. കണ്ടോ, ഒരു മയിൽ നിൽക്കുന്നതുണ്ടോ. അങ്ങോട്ട് പോകുന്ന ഒരു നിബിഡമായിട്ട് ഫോറസ്റ്റാണ്. അപ്പോൾ ഒരുപാട് മൃഗങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ കുറേ ആളുകളൊക്കെ താമസിക്കുന്ന സ്ഥലത്തേക്കാണ് നമ്മൾ പോകുന്നത്. ഇതിനിടയിൽ കുറേ ആളുകൾ താമസിക്കുന്നുണ്ട്. അവിടെയാണ് നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞ സൗകര്യമുള്ളത് കേട്ടോ. ഈ വഴിയൊക്കെ നോക്കി അല്ലേ, അടിപൊളി വഴിയാണ്. കേരളത്തിൻ്റെ ടൂറിസം ബേസ് ചെയ്തിട്ടുള്ള ഡെവലപ്മെൻറ്റിൽ കഴിഞ്ഞ സമയങ്ങളിൽ റോഡെല്ലാം നല്ല വൃത്തിയായിട്ട് അവർ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മീനെല്ലാം വാങ്ങിച്ച് ഞാൻ മീൻ വാങ്ങിക്കുന്നത് നിങ്ങളെ കാണിച്ചില്ല. അപ്പോൾ അത് വീട്ടിൽ കൊണ്ടുപോയി വെട്ടി ക്ലിയർ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളം മറ്റുള്ള സൗകര്യങ്ങൾ ഒക്കെ പ്രശ്നമായതുകൊണ്ട് നമ്മുടെ സുഹൃത്ത് യോമോഞ്ചേട്ടൻ പറഞ്ഞു, എടാവേ നമുക്ക് ഇവിടെ അതിരപ്പള്ളിയുടെ താഴത്ത് ഒരു സൗകര്യമുണ്ട്, അവിടെ ഇരുന്ന് വെള്ളമുണ്ട്, പ്രകൃതിയിൽ ഇണങ്ങി നിന്നുകൊണ്ട് നമുക്ക് മീൻ ക്ലീൻ ചെയ്യാമെന്ന് പറഞ്ഞു. അന്ന് ആയിക്കോട്ടെ എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ മീനെല്ലാം എടുത്ത് പുള്ളി അത് ഇവിടേക്ക് വന്നു. പക്ഷേ ഇവിടെ നമ്മൾ വരുമ്പോൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു സ്ഥലമാണ്. കാരണം ഇവിടെയാണ് ആനക്കുട്ടന്മാർ ഇറങ്ങുന്ന സ്ഥലം. അപ്പം ഞാനാണെങ്കിൽ പേടിച്ചാണ് ഇവിടെ നിൽക്കുന്നത്. കാരണം ആന വന്നാൽ എങ്ങോട്ട് ഓടും എന്നുള്ള കാര്യത്തിൽ ഒരു തീരുമാനമില്ല. നേരെ അപ്പുറത്തെല്ലാം വെള്ളമാണ്. ചില സ്ഥലങ്ങളിലൊക്കെ എന്താ പറയുക, കുഴിയൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. നമുക്ക് കിട്ടിയ മീനുകളാണ് കേട്ടോ ഇതെല്ലാം. ഒരു 3 വലിയ ഒരു 1.5 കിലോ വരുന്ന ബ്രാൽ കിട്ടി. പിന്നെ ഈ മീനുകളൊക്കെ ഏതൊക്കെയാണെന്ന് എനിക്കറിയത്തില്ല. പരലോ അങ്ങനെയൊക്കെ ആയിരിക്കും തോന്നൂല്ലേ. അപ്പോൾ ഇത് ഏതൊക്കെയാണെന്നുള്ളത് നിങ്ങൾക്ക് അറിയാവുന്നവരൊന്ന് കമൻറ്റ് ചെയ്യണേ. ഇപ്പോൾ ജോമൻ ചേട്ടൻ ഒരു മുട്ടൻ പ്രയത്നത്തിലാണ്. ഈ കാണുന്ന മീൻ ഈ പുഴയിൽ ഇഷ്ടം പോലെ ഉള്ളതാണെന്ന് തോന്നുന്നു. പക്ഷെ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ഈ സാധനം. അപ്പോൾ അതെല്ലാം ക്ലീൻ ചെയ്യാനുള്ള തത്രപ്പാടിലാണ്. എനിക്ക് പിന്നെ വളരെ പരിചയമുള്ളതുകൊണ്ട് ഞാൻ ആ സംരംഭത്തിൽ പങ്കുചേർന്നില്ല. കാരണം അതെല്ലാം ജോമോൻ ചേട്ടൻ തന്നെ ഒറ്റയ്ക്ക് ക്ലീൻ ചെയ്ത് നല്ല ശുദ്ധമായിട്ടുള്ള പുഴവെള്ളത്തിൽ കഴുകി നമ്മൾ കടൽ മീനും ഒക്കെ തിന്നാൻ ഇഷ്ടമുള്ളവർക്ക് കടൽ മീൻ, പക്ഷേ ഈ പുഴമീൻ ഇഷ്ടപ്പെട്ട പിന്നെ കടൽ മീനിൻ്റെ പിറകെ പോകില്ല. പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ നമുക്ക് അടിപൊളി മീൻ കിട്ടും. അന്വേഷിച്ച് പോകണമെന്ന് മാത്രം. ഇത് വലിയ വിലയില്ല കേട്ടോ. അവിടെയൊക്കെ വളരെ ചെറിയ വിലയ്ക്കാണ് എനിക്ക് മീൻ കിട്ടിയത്. ആദിവാസികൾ അവരുടെ ഉപജീവന മാർഗമായിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതെന്ന് തോന്നുന്നു. അത് ഫോറസ്റ്റ് അങ്ങനെ അവർക്കൊരു സിസ്റ്റം അവിടെ ഉണ്ടാക്കി കൊടുത്തേക്കണതാണെന്നാണ് എനിക്ക് മനസ്സിലായത്. കാരണം ഫോറസ്റ്റിൻ്റെ ഒരു ചെല്ലാൻ ഫോമിലാണ് നമുക്കിതിൻ്റെ ബില്ലൊക്കെ തരുന്നത്.
ഇത് അതിരപ്പള്ളിയുടെ താഴത്ത്, അതായത് അതിരപ്പള്ളി വെള്ളം ചാടിയതിന് ശേഷം ഒഴുകി വരുന്ന സ്ഥലമാണ്. ഇത് ഞങ്ങളുടെ ഭാഗത്തേക്കൊക്കെ കനാലുകൾ വഴി ഇവിടെ നിന്ന് വെള്ളം വരുന്നുണ്ട് കേട്ടോ. ഇതാണ് നമ്മുടെ ബ്രാൽക്കണ്ണ്. ഏതാണ്ട് 1 കിലോ 1.5 കിലോ അടുത്ത് തൂക്കം ഉണ്ടായിരുന്നു കേട്ടോ. അത് ഞാൻ നല്ല അടിപൊളിയായിട്ട് അച്ചാറുണ്ടാക്കി നാട്ടിൽ നിന്ന് ഇവിടേക്ക് UK കൊണ്ടുവന്നു.